ചോളം അഥവാ കോണ് അതിൻ്റെ പൊടി കൊണ്ട് സാധാരണ പുട്ടുണ്ടാക്കാറുണ്ട്. എന്നാൽ ഫ്രഷ് ചോളം കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അതും ഏറ്റവും എളുപ്പത്തിലും രുചികരമായും. ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ കോണാണ്. ഫ്രഷ് ആയിട്ടുള്ള ചോളം വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ഫ്രോസൺ ചോളം മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇത് ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. കൂടെ 1/4 കപ്പ് പുട്ടുപൊടിയും അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് പൊടിച്ചെടുക്കുക. പുട്ടുണ്ടാക്കുമ്പോൾ സാധാരണ നമ്മളത് കൈകൊണ്ട് നനച്ചെടുക്കുകയാണല്ലോ പതിവ്. എന്നാൽ ചോളവും അരിപ്പൊടിയും കൂടെ മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് പൊടി ലഭിക്കും, സമയവും ലാഭിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും തേങ്ങ ഇട്ടതിന് ശേഷം സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ പൊടി നിറച്ച് 15 മിനിറ്റ് ആവിയിലിത് പുഴുങ്ങിയെടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ പുട്ട് തയ്യാറായി. നല്ല മണവും ഗുണവും രുചിയുമുള്ള പുട്ട്. അധികം മിനക്കെടാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ സോഫ്റ്റ് ആയതിനാൽ കഴിക്കാൻ നല്ല രുചിയാണ്. വെറും അരിപ്പൊടി തന്നെ കഴിക്കാതെ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളമുള്ള ചോളം കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. ചോളത്തിൻ്റെ ചെറിയ മധുരം ഉള്ളതിനാൽ ഈ പലഹാരം വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ്. എന്നാൽ പഴം കൂട്ടിയോ അല്ലെങ്കിൽ മറ്റ് കറികൾ കൂട്ടിയോ കഴിക്കുമ്പോഴും വളരെ ടേസ്റ്റാണ്. ഗ്ലാസ്സിൽ പൊടി നിറച്ച് പുട്ടുണ്ടാക്കുന്നത് പല ചാനലിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കി, പക്ഷേ പാളിപ്പോയി. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? എന്തായാലും ചോളം കൊണ്ടുള്ള പുട്ട് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഈസിയാണ്. നിങ്ങളും പുട്ട് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ